ഗെറ്റ് റെഡി സിറ്റിസൺസ്, ഇന്ത്യൻ സിറ്റിസൺ സൈനിങ്. IRCTCൻ്റെ ഒരു ഇൻഫർമേഷനാണ്. IRCTCയും പഴങ്ങാടി ആയാലും ലോക്കൽ ട്രെയിൻ സ്റ്റേഷൻ ആയാലും വളരെ ശ്രദ്ധിക്കുക. വെയിറ്റിംഗ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആകുന്നത് ചാർട്ട് പ്രിപ്പയർഡ് മാത്രമായാലാണ്. ചാർട്ട് പ്രിപ്പയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വെയിറ്റിംഗ് ലിസ്റ്റിംഗ് ഉണ്ടാവും. ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പഴയങ്ങാടി ടു ട്രിവാൻഡ്രം ഇതാ അടിച്ച് നോക്കിയാൽ തന്നെ ഒരുപടി വെയിറ്റിംഗ് ലിസ്റ്റാണ്. എന്തുകൊണ്ടാണ്? ബ്ലാക്ക് മാർക്കറ്റ് നമ്മൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ 16-ാം തീയതിക്ക് ശേഷം RAC വന്നിട്ടുണ്ട്. കണ്ടോ, 1 സെപ്റ്റംബർ അടിച്ച് നോക്കിയിട്ട് കിട്ടാത്ത സാധനം 16-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 16-ാം തീയതി വന്നത് നോക്കിക്കഴിഞ്ഞാൽ RAC, റിസർവേഷൻ എഗെയിൻസ്റ്റ് കൺഫർമേഷൻ. ഈ RAC ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് ഷെയറിംഗ് ആയിട്ട് സ്ലീപ്പറിൽ യാത്ര ചെയ്യാം. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റ് ചാർട്ട് പ്രിപ്പയർഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടിക്കറ്റ് ക്യാൻസലാകും, യാത്ര മുടങ്ങും. അപ്പോൾ 2 കാര്യം ശ്രദ്ധിക്കുക. RACയും വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ ഡിഫറൻറ്റ്. അപ്പോൾ RAC ആണ് കുറച്ചുകൂടി നല്ലത്, അതെടുക്കാൻ ശ്രമിക്കുക. അതിനാകാട്ടി നല്ലത് കൺഫർമേഷൻ സീറ്റ്, ആരുടെയും അടങ്ങാറുണ്ടാവില്ല. ഇനി മോളോട് പോയിട്ട് ജനറൽ ലേഡീസിൻ്റെത് മാത്രം അടിച്ചു നോക്കുക. ലേഡീസിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിനിന് വരും. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അടിച്ചു നോക്കി കഴിഞ്ഞാലും വരും. പ്രീമിയം തത്കാലും സാധാ തത്കാലും. അപ്പോൾ പ്രീമിയം തത്കാൽ സാധാരണ ഒരു തത്കാൽ ഓപ്പൺ ആകുന്നത് AC 10 മണിക്കും സ്ലീപ്പർ 11 മണിക്കുമാണ് തത്കാൽ ഓപ്പൺ ആകുക. പ്രീമിയം തത്കാലിൻ്റെ ചില കാര്യങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. 3 മണിക്കൂർ മുന്നേ ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞാൽ ചില ആൾ ക്യാൻസലാക്കിയത് 3 മണിക്കൂർ മുന്നേ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് തത്കാലായാലും പ്രീമിയം തത്കാലായാലും റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് IRCTCന്ന് ആദ്യം അവർക്ക് IRCTCന്ന് എടുക്കാൻ കഴിയില്ല, കൗണ്ടറിൽ നിന്ന് മാത്രമേ എടുക്കാൻ കഴിയൂ. IRCTCയിലും തത്കാൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതാണ് വലിയൊരു പ്രശ്നം. ഈ IRCTCയും പ്രൈവറ്റ് കമ്പനിയാണ്, റെയിൽവേ സ്റ്റേഷൻ സർക്കാരിൻ്റെതാണ്. അപ്പം പ്രശ്നം എന്ന് പറയുന്നത് റെയിൽവേ ഉദ്യോഗസ്ഥർ തത്കാൽ എടുക്കാനുള്ള ഓപ്ഷൻ വന്നതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തും കറപ്ഷൻ നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ സിറ്റിസൺ കണ്ടതാണ് ഫോണിൽ വിളിച്ചിട്ട് കൺഫേം ആക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് 2 മാസം മുന്നേ ടിക്കറ്റ് എടുക്കാനും പരമാവധി നല്ലൊരു വൈഫൈ, BSNL ആണ് ഏറ്റവും കുറഞ്ഞ വൈഫൈ ഒരു കൊല്ലത്തേക്ക്. ആ വൈഫൈ എടുക്കുകയും മറ്റുള്ള വൈഫൈ എടുക്കേണ്ടെന്നും ഇന്ത്യൻ സിറ്റിസൺ പറയുന്നില്ല. വൈഫൈ ഇല്ലാണ്ട് നിങ്ങൾക്ക് തത്കാൽ ടിക്കറ്റ് അടിക്കാൻ കഴിയില്ല. അപ്പോൾ 2 കാര്യം പറഞ്ഞു. കരിഞ്ചന്തയിൽ ടിക്കറ്റ് പോകുന്നുണ്ട്. അത് ഡൽഹിയിലും ബോംബെയിലും ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളെ ബോഡി കണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കും ടിക്കറ്റ് വേണോ. അത് ഹിന്ദിയിലായിരിക്കാം, ഭോജ്പൂരിയിലായിരിക്കാം, ഓരോ സ്ഥലത്തും ഓരോ ഭാഷയിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രസ് നോട്ട ബട്ടൺ, പ്രസ് മൊട്ട.